ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഹെയർ കെയർ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബി ബ്ലെൻഡിന്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണറും അവരുടെ ഈ മാസ്കുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നമ്മൾ ഹെയറിന് വേണ്ടി എന്ത് ഉപയോഗിച്ചാലും ഹെയറിന്റെ ടൈപ്പും അതിന്റെ ഇഷ്യൂ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ. ചുമ്മാ മാർക്കറ്റിൽ കണ്ട അതും ഇതും വാങ്ങിച്ച് നമ്മുടെ ഹെയറിന് യൂസ് ചെയ്യല് നമ്മുടെ സ്കിന്ന് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെയറും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഇത് ബി ബ്ലെൻഡിന്റെ സലൂൺ ലേക്ക് ഹെയർ ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ഇതില് ജോജോബ ഓയിലും വിറ്റാമിൻ ഇ ഒക്കെ വരുന്നുണ്ട്. അതൊരു എസ്പെഷ്യലി ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ജോജോബ ഓയിലും വിറ്റാമിൻ ഇയും നമ്മുടെ ഡ്രൈനെസ് മാറി മുടിക്ക് സോഫ്റ്റ്നെസ്സും ഒരു മോയ്സ്ചറും നിലനിർത്തി തരും. നിങ്ങൾ എപ്പോൾ ഒരു ഷാംപൂ യൂസ് ചെയ്താലും അതിന്റെ കൂടെ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യണം. കാരണം ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. പിന്നെ വീക്ക്ലി വൺസ് മാസ്ക് യൂസ് ചെയ്യണം. കാരണം അത് ഈ മാസ്ക് എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മാസ്ക് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു മോയ്സ്ചർ, മുടിക്ക് നല്ലൊരു മോയ്സ്ചർ തരുന്ന മാസ്കാ. ഇതെന്റെ 3-4 ബോട്ടിലാണ്. ഇത് കണ്ടോ, ഇതൊക്കെ കാലിയായിട്ടിരിക്കുന്ന ബോട്ടിലുകളാണ്. ഇതിന് നല്ലൊരു മണവാ, കൺസിസ്റ്റൻസി ഒക്കെ നല്ല ഇങ്ങനെ നല്ലൊരു മണമുണ്ട്. അതിന്റെ ഷാമ്പൂനും അതെ, ഇതിനും അതെ. അപ്പൊ ഇവരുടെ കയ്യിൽ ഒരുപാട് വേരിയന്റ് ഉണ്ട്. പിന്നെ താരന് വേണ്ടിയിട്ട്, ഹെയർ ഫോളിന് വേണ്ടിയിട്ട്, അങ്ങനെ പല ഇതുണ്ട്. ഇത് വെച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. എന്റെ ഡ്രൈ ഹെയർ ആയിരുന്നു. ഞാൻ മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈനെസ്സും ഉണ്ട്, ഫ്രിഷ്നെസ്സും ഉണ്ടായിരുന്നു. അപ്പം ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ നല്ലൊരു ഒതുക്കം കിട്ടിയിട്ടുണ്ട് മുടിക്ക്. അതാണ് ഈ ഷാംപൂ ആൻഡ് കണ്ടീഷണർ മാസ്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവരുടെ തന്നെ വേറൊരു വേരിയന്റും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡയറ്റ് ഞാൻ നോക്കിയിരുന്നു. അപ്പൊ എന്റെ മുടിയൊക്കെ ഒരുപാട് ഡയറ്റിന്റെ എന്തോ കുറവൊക്കെ കൊണ്ട്, എനിക്ക് ഫുഡ് കഴിച്ചത് എന്തോ ഒക്കെ കുറവ് കൊണ്ട് എന്റെ മുടി ഒരുപാട് പോയിരുന്നു, ഹെയർ ഫോൾ ആയിരുന്നു. അപ്പൊ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തായത് അതും എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് ഇതാണ് ബി ബ്ലെൻഡിന്റെ ഹെയർ ഫോൾ ഷാംപൂ ആൻഡ് കണ്ടീഷണറും അവരുടെ തന്നെ ഈ മാസ്കും. ഇതിപ്പോ 2ാമത്തെ ബോട്ടിലാണ്. ഇതിപ്പം കംപ്ലീറ്റ് ഇരിക്കുക. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർന്നു. അപ്പോഴത്തേക്ക് എന്റെ ഹെയർ ഫോൾ മാറി. അതുകൊണ്ട് ഞാനിപ്പം നിർത്തി. കാരണം നമുക്ക് ഹെയർ ഫോൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനത്തെ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പിന്നെയും ഇതിലേക്ക് തന്നെ വന്നു. ഇതെന്റെ 2ാമത്തെ ബോട്ടിലാണ്. ഇവരുടെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവരുടെ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മാസ്ക് യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഞാൻ ഈ ഷാംപൂവും കണ്ടീഷണറും വാങ്ങിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ വാങ്ങിച്ച ഇതിപ്പം എന്റെ 2nd ബോട്ടിലാണ്. അപ്പം അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഹെയർ ഫോൾ വന്നത്. അപ്പം ഞാൻ മറ്റേ ഹെയർ ഫോളിന് വേണ്ടിയിട്ടുള്ളത് വാങ്ങിച്ചു. അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അത് ഈ ഹെയർ ഫോളിനുള്ളതിൽ പ്രോട്ടീനും അങ്ങനെ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പി പ്രോട്ടീൻ ആൻഡ് കഫീൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇവരിത് മെൻഷൻ ചെയ്യുന്നത് 93% റെഡ്യൂഷൻ ഹെയർ ഫോൾ എന്നാ. പിന്നെ ഇതില് ഷാമ്പു എല്ലാം 300 ml മാസ്കും കണ്ടീഷണറും 250 ഗ്രാമുമാണ് വരുന്നത്. പിന്നെ എപ്പോൾ നമ്മൾ ഷാമ്പു യൂസ് ചെയ്താലും ഡയറക്റ്റ് മുടിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് തേക്കാതെ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഷാമ്പു നമ്മൾ വാഷ് ചെയ്യാൻ. അല്ലാതെ ഏത് ഷാമ്പു ആണോ നമ്മൾ ഡയറക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഈ കടകളിലൊക്കെ പോയി ചുമ്മാ ജസ്റ്റ് പോയി ഏതെങ്കിലും ഷാമ്പു വാങ്ങിച്ച് യൂസ് ചെയ്യാതെ നല്ല കമ്പനികളുടെ ഷാമ്പു തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യും. നമ്മൾ ഈ റിവ്യൂ ഒക്കെ കണ്ട എല്ലാം വാങ്ങിച്ച് തേക്കാതെ നമ്മുടെ സ്കിന്നിന് ഏതാണോ ആവശ്യം അതനുസരിച്ച് ഷാമ്പൂ കണ്ടീഷണർ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കണം. നമ്മുടെ സ്കിന്ന് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെയറും. അപ്പൊ അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഇത് നല്ലൊരു ഇതിപ്പോ എപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഞാൻ പിന്നെ ആ മാസ്ക് വാങ്ങിച്ചു വെച്ചോണ്ട് ഇടയ്ക്കൊക്കെ ആ മാസ്ക് തീർക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഹെയർ ഫോൾ കുറവുണ്ട്. ഇതുകൊണ്ട് മാത്രമല്ല എന്റെ ഹെയർ ഫോൾ കുറഞ്ഞത്. ഞാൻ അതിനുവേണ്ടി ബയോട്ടിൻ ഗുളികകൾ എടുത്തിരുന്നു. അതുകൊണ്ടും കൂടെ കൊണ്ടാണ് എന്റെ കുറഞ്ഞത്. ഇതും എന്റെ 2ാമത്തെ ബോട്ടിലാണ്. ഇത് കാലിയായിട്ട് ഇത് ഞാൻ വാങ്ങിയത്. 2nd വാങ്ങിച്ചതാണ്. അപ്പോഴത്തേക്കും ഹെയർ ഫോൾ മാറി. പിന്നെ ഞാനിതിപ്പോ ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ മാസ്ക് ഒക്കെ നമുക്ക് വാങ്ങിച്ചാൽ ഒരു 2 month ഒക്കെ നല്ലോണം കാണും കേട്ടോ. നമ്മൾ വീക്ക്ലി വൺസ് അല്ലേ യൂസ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതിൽ ടൈമും എല്ലാം ഇതിൽ ഫുള്ള് എഴുതിയിട്ടുണ്ട് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. വീക്ക്ലി വൺസ് ഉപയോഗിച്ചാലും മതി. ഇതിപ്പോ 2 month ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കാണും. അപ്പോൾ ഇതൊക്കെയാണ് ബി ബ്ലെൻഡിന്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണറെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് മാത്രമല്ല, അവർക്ക് വേറെ വേരിയന്റുകളുണ്ട്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഹെയർ കൺസേൺ അതനുസരിച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതാണ് വാങ്ങിച്ച് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.